നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 8 ടാൻജൻസ് ആണ്. അപ്പോൾ മിസ് എന്തിനാണ് ഈ പിക്ചർ കാണിച്ചതെന്ന് ചോദിച്ചാലും അത് സർക്കിളും ഒരു ലൈനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ കുട്ടികളൊക്കെ കളിക്കുന്നത് കാണാറുണ്ടല്ലേ, ടയർ ഇങ്ങനെ ഉരുട്ടുന്നത് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ടയർ സർക്കിൾ ഷേപ്പാണ്. അതിനൊരു വടി കൊണ്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ റോൾ ചെയ്ത് പോകും. ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ റോൾ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ ഒരു ലൈന് ടച്ച് ചെയ്ത് പോകുമ്പോഴാണ് അത് ടാൻജൻ്റ് ആവുന്നത്. അപ്പോഴാണ് നമ്മളതിനെ ടാൻജൻ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ കുറച്ച് ലൈൻസ് സർക്കിളും ലൈനുമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ വരയ്ക്കാം? ഇതൊരു സർക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊരു ലൈനാണ്. അപ്പോൾ ഈ ലൈനെ നമ്മൾ വിളിക്കുന്നത് കോഡ് എന്നാണ്. സർക്കിളിലെ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനും. അത് സെൻറ്ററിൽ കൂടെ ആകുമ്പോൾ നമ്മൾ അതിനെ ഡയാമീറ്റർ എന്ന് വിളിക്കും. ഇനി പുറത്തുള്ള രണ്ട് പോയിന്റ് സർക്കിളിനുള്ളിൽ കൂടെ കടന്നു പോവുകയാണ്, അതിന് നമ്മൾ സീക്കൻ്റ് എന്നാണ് വിളിക്കുന്നത്. രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്തിട്ടാണ് ഈ സീക്കൻ്റ് കടന്നു പോകുന്നത്. ഇനി നമുക്ക് എങ്ങനെയും വരയ്ക്കാം. ഒരു ലൈനും സർക്കിളും, ലൈനെ ടച്ച് ചെയ്യാതെ പുറത്തു കൂടെ കടന്നു പോകുന്നു. ഇനി സർക്കിളിനെ ടച്ച് ചെയ്യാതെ പുറത്തു കൂടെ ഒരു ലൈന് പോകുന്നു. ഇനി സർക്കിളിൻ്റെ ഒരൊറ്റ പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ് ടാൻജൻറ്റ്. ഇപ്പോൾ റോഡും അവിടെ റോഡിൽ വീലിൻ്റെ ഒരു പോയിൻ്റാണ് ടച്ച് ചെയ്യുന്നത്, അതാണ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സർക്കിളിൻ്റെ ഒരൊറ്റ പോയിന്റിൽ ടച്ച് ചെയ്ത് കടന്നു പോകുന്ന ലൈനെയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടാൻജൻ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് 2-3 പോയിൻറ്റ്സ് നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ കൺസ്ട്രക്ഷനാണ് ഈ ചാപ്റ്ററിലുള്ളത്. ടാൻജൻറ്റ് വരയ്ക്കാനാണുള്ളത്. അപ്പോൾ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എ ലൈൻ ദാറ്റ് ഇൻ്റർസെക്ട് ദ സർക്കിൾ അറ്റ് ഓൺലി വൺ പോയിൻറ്റ്. ഒരു സർക്കിളിൻ്റെ ഒരൊറ്റ പോയിന്റിലാണ് ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ലൈനെയാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള പോയിൻ്റാണ് ഈ ടാൻജൻറ്റും ആ പോയിന്റിൽ നിന്നും. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഒരു പോയിന്റിലാണല്ലോ ടച്ച് ചെയ്യുന്നത്, ഒരു പോയിന്റിലല്ലേ ടച്ച് ചെയ്യുന്നുള്ളൂ. ആ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന റേഡിയസ് അല്ലെങ്കിൽ ആ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ഡയാമീറ്റർ, അത് ഈ ടാൻജൻറ്റിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ദ ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് ടു എ സർക്കിൾ. സർക്കിളിലെ ഒരു പോയിന്റിലെ ടാൻജൻറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. ആ പോയിന്റിലൂടെയുള്ള ഡയാമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു സർക്കിളിലെ ഒരു പോയിന്റിലെ ടാൻജൻറ്റ് ആ പോയിന്റിലെ ഡയാമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ആ പോയിന്റിലെ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ടാൻജൻറ്റും ആ പോയിന്റിലുള്ള റേഡിയസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എത്ര ടാൻജൻറ്റ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം അല്ലേ. സർക്കിളിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സിലൊക്കെ നമുക്ക് ഒരു സർക്കിളിൽ നമുക്ക് എത്ര ടാൻജൻറ്റ് വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ അതൊക്കെ എന്തായിരിക്കും? ആ പോയിന്റിൽ നിന്നുള്ള റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ടാൻജൻറ്റ് അതിൻ്റെ പോയിന്റിൽ റേഡിയസിന് പെർപെൻഡിക്കുലറാണ്. ഈ ടാൻജൻറ്റ് സർക്കിളായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിലെ റേഡിയസിന് എന്താണ്? പെർപെൻഡിക്കുലറാണ്. ഓക്കെ, ഈ ടാൻജൻറ്റിന് ഇങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തിയറം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ടാൻജൻറ്റ് ആ പോയിന്റിലെ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അത് വെച്ചിട്ടാണ് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ട് ടാൻജൻറ്റ് എങ്ങനെ വരയ്ക്കാം? സർക്കിൾ വരയ്ക്കുക. ഏത് പോയിന്റിലാണോ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത് ആ പോയിന്റിൽ നിന്നും സെൻറ്ററിലോട്ടൊരു ലൈന് വരയ്ക്കുക. അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടും, ആ പോയിന്റിലെ റേഡിയസ് കിട്ടും. എന്തായി മതി? അവിടെ വെച്ചിട്ട് ഒരു 90 ഡിഗ്രി വരച്ചാൽ മതി. ഇപ്പോൾ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈൻ എന്ത് ചെയ്യുക? റേഡിയസിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെക്കുക. സെൻറ്റർ നമുക്ക് ഏത് പോയിന്റിലാണോ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത് ആ പോയിന്റിൽ കറക്റ്റായിട്ട് വെക്കാം. ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ റേഡിയസ് വരച്ചിട്ടുള്ളത്. ഞാൻ പോയിന്റിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് വെക്കുക. പ്രൊട്രാക്ടറിൻ്റെ താഴെ കാണുന്ന ലൈന് ഈ റേഡിയസിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെക്കുക. ജസ്റ്റ് 90 ഡിഗ്രി അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ട് കൂട്ടി യോജിപ്പിക്കുക. 90 ഡിഗ്രി പോയിൻറ്റും നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കേണ്ട ആ പോയിൻറ്റും കൂടെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ അവിടെ നമുക്ക് ടാൻജൻറ്റ് കിട്ടും. ടാൻജൻറ്റും ആ റേഡിയസും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും, എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് ടാൻജൻറ്റ് വരയ്ക്കാനുള്ള. അപ്പോൾ ടാൻജൻറ്റ് വരയ്ക്കാനായിരിക്കില്ല അധികം ക്വസ്റ്റ്യൻ വരിക. സർക്കിളും ഇതേപോലെ ട്രയാങ്കിളോ ക്വാഡ്രിലാറ്ററലോ ഒക്കെ തരും, അതേപോലെ വരയ്ക്കാനാണ് പറയുക. അപ്പോൾ ഇവിടെ ഇത് ടാൻജൻറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇത് ടാൻജൻ്റ് ആണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. അത് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ടാൻജൻ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടാൻജൻറ്റും ആ പോയിന്റിലെ റേഡിയസും തമ്മിൽ
പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. അപ്പോൾ 90 ഡിഗ്രി ആണ്. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഒരു ആംഗിൾ 25 ആണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ആംഗിൾ എത്ര വരും? ഇത് 90 വന്നു, രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞ് 90 വരണം. ഇത് 25 ആണ്. അപ്പോൾ ഇത് എത്ര വരും? 90 മൈനസ് 25 65 അല്ലേ വരിക. 65 പ്ലസ് 25 90 പ്ലസ് 90 180. ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുടെ സമ്മ് 180. അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. 2 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് ഏത് പോയിന്റിലാണോ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത് അവിടെ നിന്ന് നമ്മൾ റേഡിയസ് വരയ്ക്കുന്നു. 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ റേഡിയസിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിൽ വെക്കുന്നു. ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെക്കുന്നു, സെൻറ്ററിൽ വെക്കുന്നു. ബേസ് ലൈന് റേഡിയസിൻ്റെ നമ്മൾ കറക്റ്റായിട്ട് വെക്കുന്നു. കറക്റ്റ് 65. നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ആംഗിൾ വരേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0 സ്റ്റാർട്ട് ചെയ്ത് 65 ഡിഗ്രി എടുക്കുന്നു. അങ്ങനെ ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നീട്ടി വരച്ച് കൊടുക്കുക. ടാൻജൻറ്റ് നീട്ടി വരച്ച് കൊടുക്കുക, ഇത് നീട്ടി വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് കിട്ടും. അവിടുത്തെ ആംഗിൾ നമ്മൾ മെഷർ ചെയ്ത് നോക്കിയാൽ 25 വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ് ഈ ഒരു പിക്ചർ വരയ്ക്കാനുള്ളത്. അതേപോലെ നമുക്കിവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ആംഗിളിന് പകരം തന്നത് സൈഡാണ്. കുഴപ്പമില്ല. 2 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുക, സർക്കിൾ വരയ്ക്കുക, ടാൻജൻറ്റ് വരയ്ക്കണം. നമുക്കിവിടെ എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്ത് ജസ്റ്റ് 90 ഡിഗ്രി ഇവിടെ എടുക്കുക, നീട്ടി വരയ്ക്കാം. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 90 ഡിഗ്രി വരച്ചിട്ട് നീട്ടി വരച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടാൻജൻറ്റ് കിട്ടി. നമ്മൾ ടാൻജൻറ്റ് നീളത്തിൽ കിടക്കുകയാണ്. ഈ സൈഡ് 5 ആണ്. അപ്പോൾ കോമ്പസിൻ്റെ സൂചി സെൻറ്ററിൽ വെച്ച് കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ആ ടാൻജൻറ്റിനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സൈഡ് നമുക്ക് 5 സെൻറ്റിമീറ്റർ കിട്ടും. അത് യോജിപ്പിച്ചാൽ മതി. അതേപോലെ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ നമുക്കവിടെ റേഡിയസ് തന്നിട്ടില്ല. ഇവിടെ പുറത്തോട്ടാണ് 4 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ട്രയാങ്കിൾ വരയ്ക്കേണ്ടി വരും. ഇവിടെ 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും സൈഡ്സ് വരുന്ന രീതിയിൽ, ബേസ് 2ഉം ഹൈപ്പോട്ടന്യൂസ് 4ഉം വരുന്ന രീതിയിൽ. ഇത് ടാൻജൻ്റ് ആണ്, അതുകൊണ്ട് ഇത് 90 ആയിരിക്കും. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആദ്യം വരച്ചിട്ട് ഈ ഒരു മെഷർമെൻറ്റ്, അതിൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ കോമ്പസിലെടുത്തിട്ട്, കോമ്പസിൽ സൂചി ഇവിടെ വെക്കുക, പെൻസിൽ ഇവിടെ വെക്കുക. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? സർക്കിൾ വരയ്ക്കേണ്ടി വരും. കോമ്പസിൻ്റെ സൂചി സെൻറ്ററിൽ വെച്ചിട്ട് സർക്കിൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കാം. അപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്കിവിടെ 2 സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ, ഒരു ആംഗിളും കൂടെ വേണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 സെൻറ്റിമീറ്റർ ലൈന് വരയ്ക്കുക, 90 ഡിഗ്രി ആംഗിൾ വരച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടൂലല്ലോ അല്ലേ. 90 ഡിഗ്രി ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കോമ്പസിന് സൂചി ഇവിടെ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കിട്ടും. എന്നിട്ട് ട്രയാങ്കിൾ വരച്ചതിന് ശേഷം കോമ്പസിൽ ഈ ഒരു അളവ് എടുക്കുക. കോമ്പസിന് സൂചി ഇവിടെയും പെൻസിൽ ഇവിടെയും വെച്ചിട്ട് ഈ ഒരു അളവ് എടുത്തിട്ട് സർക്കിൾ വരച്ചാൽ മതി. സിമ്പിളാണ്. ഒന്ന് വരച്ച് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഫോട്ടോ എടുത്തിട്ട് അയച്ചിട്ട് മിസ് വോയിസ് അയക്കാം. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ കാര്യം. നമ്മൾ കണ്ടു ഒരു സർക്കിളിലെ ഒരു പോയിന്റിലെ ടാൻജൻ്റ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ നിന്നുള്ള റേഡിയസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു. ഈ രണ്ടാമത്തെ കാര്യം, പുറത്തുള്ളൊരു പോയിന്റിൽ നിന്നും നമുക്ക് ഒരു സർക്കിളിലോട്ട് 2 ടാൻജൻറ്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. സർക്കിളിലെ 2 പോയിന്റിലോട്ട് മാത്രമേ നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ പോയിന്റിൽ നിന്ന് നമ്മൾ റേഡിയസ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. റേഡിയസും ആ പോയിന്റിലെ ടാൻജൻറ്റും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടും 90 ഡിഗ്രിയാണ്. 90 പ്ലസ് 90 180 വന്നു. ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 4 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 അല്ലേ, 360 അല്ലേ. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2 ആംഗിൾ കൂട്ടിയപ്പോൾ 180 ആയി. ഇനി ബാക്കിയുള്ള 2 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയേ വരുള്ളൂ? ഇവിടെ O എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ആംഗിൾ O പ്ലസ് ആംഗിൾ C 180 അല്ലേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. ഇതും ഓൾറെഡി 90 പ്ലസ് 90 180 ആണ്. ആംഗിൾ എയും ആംഗിൾ ബിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണെങ്കിൽ അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു 150 ആംഗിൾ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്? അവിടെ എന്തേ വരുള്ളൂ? 30 വരുള്ളൂ. ഇനി ഇവിടെ ഒരു ഇപ്പോൾ 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 80 ഡിഗ്രി വരുള്ളൂ. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് അടുത്ത തിയറം. ദ ആംഗിൾ അറ്റ് ദി
സെൻറ്റർ ഓഫ് എ സർക്കിൾ ബിറ്റ്വീൻ ടു റേഡിയസ്, രണ്ട് റേഡിയസിൻ്റെ ഇടയിലുള്ള ആംഗിൾ, സെൻറ്ററിൽ വരുന്ന ആംഗിൾ, ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ്, രണ്ട് ടാൻജൻറ്റിൻ്റെ ഇടയിലുള്ള ആംഗിളും, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ മനസ്സിൽ കാണുക. ഇത് രണ്ടും 90 ആണ്. അപ്പോൾ 90 + 90 180 ആയി. ഇനി ബാക്കിയുള്ള ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. അത് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ പോയിൻ്റ് അതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരിക, ഇതേപോലെ ഏതെങ്കിലും ഒരു ആംഗിൾ തരും. ഇപ്പോൾ ഇവിടെ ഒരു 50 ഡിഗ്രിയും തന്നു വിചാരിക്കുക. അപ്പോൾ ആംഗിൾ സി എത്രയാണെന്ന് ചോദിച്ചാൽ 130 വരുള്ളൂ. രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. ആ രീതിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് വരയ്ക്കാനാണ് പിന്നെ കൺസ്ട്രക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കണ്ടു ഓപ്പോസിറ്റ് നമുക്ക് ഒരു പുറത്തുള്ളൊരു പോയിന്റിൽ നിന്നും ഒരു സർക്കിളിൻ്റെ 2 പോയിന്റിലോട്ടാണ് നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റുക. അവിടെ നിന്നും നമ്മൾ വരയ്ക്കുന്ന റേഡിയസ് എന്തായിരിക്കും, സർക്കിളിൻ്റെ ടാൻജൻറ്റും സർക്കിളിലെ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ടാൻജൻറ്റും റേഡിയസും തമ്മിൽ ആ പോയിന്റിൽ നിന്നുള്ള റേഡിയസും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും 90 വന്നാൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മൊക്കെ 180 ആയാൽ ആ കോർഡിലാറ്ററൽ എന്തായാലും സൈക്ലിക് കോർഡിലാറ്ററലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ കോർഡിലാറ്ററലിൻ്റെ 4 പോയിൻറ്റ്സും സർക്കിളിലെ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. അത് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ ഒരു സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ട്രയാങ്കിൾ വരയ്ക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് സർക്കിൾ വരയ്ക്കേണ്ടത്. സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഈ സർക്കിളിനെയാണ് നമ്മൾ ഇൻ സർക്കിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ സർക്കിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ട്രയാങ്കിളിൻ്റെ 3 സൈഡും കൂട്ടിമുട്ടുന്ന രീതിയിൽ അത് സർക്കിളായിരുന്നു. പക്ഷേ ഒരു സർക്കിളിൻ്റെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് വന്നാൽ അതാണ് ഇൻ സർക്കിൾ. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇതാണ് ഇൻ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന് ഇൻ സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ വരയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് വരേണ്ടത്. സർക്കിളിൻ്റെ ടാൻജൻ്റ് ആണ് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് ആദ്യം നമുക്ക് സർക്കിൾ വരയ്ക്കാം. റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ള അളവിൽ റേഡിയസ് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കാം. സെപ്പറേറ്റ് വീഡിയോ തരാം കേട്ടോ, കൺസ്ട്രക്ഷൻ്റെ വീഡിയോ സെപ്പറേറ്റ് തരാം. അവിടെ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. സർക്കിൾ വരയ്ക്കുക, 3 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. സെൻറ്ററിൽ ആംഗിൾ എടുക്കുന്നത് 120 ആണ്. കാരണം എന്താണ്, അവിടെ നോക്കിക്കേ, ഇത് ടാൻജൻ്റ് ആണല്ലോ, ഇത് ടാൻജൻ്റ് ആണ്, സർക്കിളിൻ്റെ ടാൻജൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റേഡിയസ് വരച്ചാൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ സൈക്ലിക് കോർഡിലാറ്ററൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കും. അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഒരു ആംഗിൾ 60 ഡിഗ്രി അല്ലേ വരിക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ 120 വരുള്ളൂ. അതേപോലെ എല്ലാ ആംഗിളും 60 ഡിഗ്രിയാണ്. എല്ലാ ആംഗിളും 60 ഡിഗ്രിയാണ് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ. അപ്പോൾ അതിൻ്റെയൊക്കെ സെൻറ്ററിൽ വരുന്ന ആംഗിൾ, ഈ സൈക്ലിക് കോർഡിലാറ്ററിൻ്റെ സെൻറ്ററിൽ വരുന്ന ആംഗിൾ 120 അല്ലേ വരുള്ളൂ. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് എപ്പോഴും 180 അല്ലേ. അപ്പോൾ സെൻറ്ററിൽ 120 ഡിഗ്രി ആംഗിൾ വരും. ഓക്കെ, അപ്പോൾ സെൻറ്ററിൽ നമ്മളൊരു റേഡിയസ് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കുന്നു. സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ഒരു റേഡിയസ് വരച്ച് 120 ഡിഗ്രി ആംഗിൾസ് വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൽ മതി, ആ റേഡിയസിൽ വെച്ചിട്ട് നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് ടാൻജൻറ്റ് വരച്ചാൽ മതി. ഓരോ റേഡിയസിലും പ്രൊട്രാക്ടർ എടുക്കുക, 90 ഡിഗ്രി അളവെടുത്തിട്ട് സൈഡ്സ് വരച്ച് കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ എന്തായിരിക്കും, ആ ടാൻജൻ്റൊക്കെ കൂട്ടിമുട്ടുന്ന ആ ട്രയാങ്കിൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. സെൻറ്ററിൽ 120 വന്നാൽ, കാരണം സെൻറ്ററിൽ 120 വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ്, ആ സൈക്കിൾ കോർഡിലാറ്ററിൻ്റെ ഓപ്പോസിറ്റൊക്കെ എത്ര വരും, 120ൻ്റെ ഓപ്പോസിറ്റ് 60 വരും. എല്ലാ ആംഗിൾസും 60 വന്നാൽ അത് ഈക്വലാറ്ററൽ ട്രയാങ്കിളായി. സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, ടാൻജൻസ് ആണ്, അപ്പോൾ അത് ഇൻ സർക്കിളായി. അതേ രീതിയിൽ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ. ഡ്രോ ട്രയാങ്കിൾ ഓഫ് 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി. ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2.5 ആണ് റേഡിയസ്, നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾ, 3 ആംഗിളിൻ്റെ അളവുകൾ തന്നിട്ടുണ്ട്. വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ് ടച്ചിങ് ദ സർക്കിൾ. അതിൻ്റെ 3 സൈഡ് എന്ത് ചെയ്യണം, ഈ
സർക്കിളിനെ ടച്ച് ചെയ്യണം. അപ്പോൾ സർക്കിളിനെ ടച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഇൻ സർക്കിൾ, ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഇൻ സർക്കിളാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എങ്ങനെയാണ് വരേണ്ടത്. ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 40, 60, 80 ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആംഗിൾ എന്തായിരിക്കും? സെൻറ്ററിൽ വരുന്ന ആംഗിൾ 3 സൈഡും ടച്ച് ചെയ്യുന്ന രീതിയിലാണല്ലോ. 3 സൈഡും സർക്കിളിനെ ടച്ച് ചെയ്യണം. അപ്പം സെൻറ്ററിൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ഒരു ആംഗിൾ 40 ഡിഗ്രി വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സെൻറ്ററിൽ വരുന്നത് എത്രയായിരിക്കും? 180 എന്നാൽ 40 കുറയ്ക്കാം. ഇനി ട്രയാങ്കിളിൻ്റെ ആംഗിൾ 60 ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന സെൻറ്ററിൽ വരുന്ന ആംഗിൾ എന്തായിരിക്കും? 180 - 60 120 ആയിരിക്കും. ഈക്വലേറ്റർ ട്രയാങ്കിൾ കണ്ടതുപോലെ. മൂന്നാമത്തത് ആംഗിൾ 180 വരണം. മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ആംഗിൾ 80 ഡിഗ്രി വരണമെങ്കിൽ 180 - 80 100 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ സെൻറ്ററിൽ വരിക. അപ്പോൾ 180 നിന്നും ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് മൈനസ് ചെയ്തിട്ട് ആംഗിൾസ് കണ്ടുപിടിക്കുക. സെൻറ്ററിൽ വരുന്ന ആംഗിൾസ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. 2.5 റേഡിയസ് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കുന്നു. ഒരു റേഡിയസ് വരയ്ക്കുന്നു, മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരാംഗിൾ 140 വരയ്ക്കുന്നു, ഒരാംഗിൾ 120 വരയ്ക്കുന്നു, ഒരാംഗിൾ 100 ഡിഗ്രി വരയ്ക്കുന്നു. അപ്പോൾ സെൻറ്ററിൽ ഇങ്ങനെ 140, 120, 100 എടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് ആ റേഡിയസിനൊക്കെ നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. അങ്ങനെ ടാൻജൻറ്റ് എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ പുറത്ത് കിട്ടുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എന്തായിരിക്കും? സെൻറ്ററിൽ ഇതാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് 40, 60, 80 ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും നമുക്ക് ആ രീതിയിൽ കിട്ടും. വീഡിയോ തരാം, വരച്ചു നോക്കാം. ഈക്വലേറ്റർ ട്രയാങ്കിളിൽ വരയ്ക്കുന്ന വീഡിയോ തരാം. ഇത് നിങ്ങൾ 180യിൽ നിന്നും ഓരോ ആംഗിളും 40, 60, 80 ഓരോ ആംഗിളും മൈനസ് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ സർക്കിളിൻ്റെ ഉള്ളിൽ വരച്ചതിന് ശേഷം ടാൻജൻറ്റ് വരച്ചാൽ മതി. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രൂവ് ദാറ്റ് ദ ടാൻജൻറ്റ് ഹാവ് ദി സെയിം ലെങ്ത്. പുറത്തെ ഒരു പോയിന്റിൽ നിന്നും സർക്കിളിലോട്ട് നമുക്ക് 2 ടാൻജൻറ്റാണ് വരയ്ക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു. ഈ 2 ടാൻജൻറ്റും ഈക്വൽ ലെങ്ത്താണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിളിന് പേര് കൊടുക്കുകയാണെങ്കിൽ ABC O എന്ന് പേർക്കാം സെൻറ്ററിന്. അപ്പോൾ ട്രയാങ്കിൾ ABOയും ട്രയാങ്കിൾ ACOയും കൺസിഡർ ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ ABO ആൻഡ് ട്രയാങ്കിൾ ACO. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് കോമൺ സൈഡാണ്. AO = AO ബ്രാക്കറ്റിൽ കോമൺ സൈഡ്. പിന്നെ ആംഗിൾ B = ആംഗിൾ C. കാരണം എന്താണ്? അത് ടാൻജൻ്റ് ആണ്. അത് റേഡിയസിന് എന്തായിരിക്കും? ഈക്വലായി റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ടാൻജൻറ്റും റേഡിയസും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ ഈക്വലായി, ഒരു സൈഡും ഈക്വലായി. ഇനി മൂന്നാമത്തത് BO = OC എന്ന് എഴുതാം. കാരണം സർക്കിളിൻ്റെ റേഡിയസ് ആണ്, അതും ഈക്വലായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 സൈഡും ഒരു ആംഗിളും ഈക്വലായി. അപ്പോൾ RHS ക്രൈറ്റീരിയ പ്രകാരം നമുക്ക് എന്ത് പറയാം? റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ് ഈക്വൽ ആയാൽ മൂന്നാമത്തെ സൈഡ് എന്തായാലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ AB = AC. ഹെൻസ് പ്രൂവ്ഡ്. ഇത് പ്രൂവ് ചെയ്തു. ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് ഈക്വൽ ട്രയാങ്കിൾസിൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. AB = AC എന്ന് പറയാം നമുക്ക്. ഇനി നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ. ദ 2 ടാൻജൻറ്റ് ഫ്രം എ പോയിൻ്റ് ഔട്ട്സൈഡ് എ സർക്കിൾ ഹാവ് ദി സെയിം ലെങ്ത്. ഒരു ഔട്ട്സൈഡിൽ നിന്നും സർക്കിളിലോട്ട് വരയ്ക്കുന്ന 2 ടാൻജൻറ്റിനും സെയിം ലെങ്ത് ആയിരിക്കും. ഇത് വെച്ചിട്ട് ഇതേപോലെ ഒരു പിക്ചർ കൺസ്ട്രക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 സെൻറ്റിമീറ്ററാണ് ഇവിടെ റേഡിയസ് തന്നത്. സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ഏത് പോയിന്റിലാണ് ഈ 2 ടാൻജൻറ്റ് വരാമെന്ന് അറിയണോ അല്ലേ? അപ്പോൾ നമുക്കിവിടെ തന്നത് സെൻറ്ററിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെയാണ് ഈ പോയിൻ്റ് എന്ന് തന്നിട്ടുണ്ട്. 5 സെൻറ്റിമീറ്ററാണ് ഈ പോയിൻ്റ് വന്നിട്ടുള്ളത്. റേഡിയസ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ വരയ്ക്കുക, സെൻറ്ററിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെ പോയിൻ്റ് വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്നുള്ള ടാൻജൻ്റാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ അതെവിടെ വരും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. ഔട്ട് സൈഡിലുള്ള പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന 2 ടാൻജൻറ്റ് റേഡിയസും കൂടെ ഉൾപ്പെടുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ് വരിക എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് അറിയോ?
പുറത്തുള്ള പോയിൻ്റ് എത്ര ഡിസ്റ്റൻസിലാണ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പം എങ്ങനെ എടുക്കുക? കോമ്പസിൽ പകുതിയിലധികം എടുക്കുക, മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. കോമ്പസിൻ്റെ അളവ് മാറ്റാതെ ഈ ഒരു അറ്റത്ത് കൊണ്ടുവയ്ക്കുക, മുകളിലും താഴെയും ആർക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അങ്ങനെ ബൈസെക്ടർ കിട്ടി. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു അളവ് എടുക്കുക. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ ഒരു ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ 4 പോയിൻറ്റ്സും സർക്കിളിലെ പോയിൻറ്റ്സ് ആയിട്ട് വരും. അങ്ങനെ നമുക്ക് സർക്കിളിനെ ടച്ച് ചെയ്യുന്ന 2 പോയിന്റ് കിട്ടി. ഇവിടേക്കാണ് നമ്മൾ ഈ ഒരു പോയിന്റ്, പുറത്തുള്ള ആ പോയിന്റിൽ നിന്ന് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത്. ഓക്കെ, അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്, ഈ ഒരു പിക്ചർ വരയ്ക്കാൻ. വീഡിയോ തരാം, അത് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അവിടെ റേഡിയസ് 2.5 ആണ്, 2ന് പകരം 2.5 ആണ്. പുറത്തുള്ള പോയിന്റ് 7 സെൻറ്റിമീറ്റർ, സെൻറ്ററിൽ നിന്നും 7 സെൻറ്റിമീറ്റർ അകലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഡ്രോ ടാൻജൻറ്റ് ടു ഇറ്റ് ഫ്രം എ പോയിന്റ് 7 സെൻറ്റിമീറ്റർ ഫ്രം ദി സെൻറ്റർ. സെൻറ്ററിൽ നിന്നും 7 സെൻറ്റിമീറ്റർ അകലെ പോയിന്റിൽ നിന്നും ടാൻജൻറ്റ് വരയ്ക്കാനാണ്. അപ്പോൾ എവിടെയാണ് ടാൻജൻറ്റ് വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 7 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് അത് ജോയിൻ ചെയ്ത് ആ ലൈന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് നമുക്കൊരു സർക്കിൾ വരച്ചിട്ട് സൈക്കിൾ ക്വാഡ്രിലാറ്റർ വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ടാൻജൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ടാൻജൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് എടുത്ത ടോപ്പിക്ക്.